ഈ എക്യുപ്മെൻറ്റ് നമ്മൾ ഇയർ ബാലൻസ് പ്രശ്നത്തിൻ്റെ ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഇനി നമ്മൾ എന്ത് ടെസ്റ്റാണ് ഇയർ ബാലൻസ് പ്രശ്നത്തിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉൾച്ചെവിയിൽ വരുന്ന ഒരു ക്രിസ്റ്റൽസ് ഉണ്ട് ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന. അതിൻ്റെ പൊസിഷൻ ചേഞ്ച് വരുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് ഇയർ ബാലൻസ് പ്രശ്നം അല്ലെങ്കിൽ പൊസിഷൻ വെർട്ടിഗോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് ചെവിയിലുമായിട്ട് 6 കനാൽസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു 6 രീതിയിൽ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള ഇയർ ബാലൻസ് പ്രശ്നം വരാം. അപ്പം ഏത് ചെവിയിൽ ഏത് കനാലാണ് അഫക്റ്റഡ് ആയിട്ടുള്ളതെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇയർ ബാലൻസ് പ്രശ്നത്തിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ENT ഡോക്ടറിനെ ചെന്ന് കണ്ട് ഡോക്ടർ ബെഡ് സൈഡിൽ വെച്ച് ചെയ്യുന്ന പൊസിഷൻ ടെസ്റ്റിൽ നമ്മുടെ കണ്ണിൽ വരുന്ന വ്യത്യാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെയും നമുക്കിത് ചെയ്യാം. ഞാൻ ഈ കാണിച്ചതുപോലെയുള്ള ഫ്രഞ്ചൽ ഗോഗിൾ സിസ്റ്റം പോലുള്ള എക്യുപ്മെന്റ്സ് നമ്മുടെ കണ്ണിൽ വരുന്ന ഈ മൂവ്മെന്റ്സിനെ കുറച്ചും കൂടെ മാഗ്നിഫൈഡ് ആയിട്ടും വളരെ മൈൽഡർ ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ പോലെയും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ സഹായിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇയർ ബാലൻസ് പ്രശ്നം ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന ഗുളികകൾ കഴിക്കുക എന്നുള്ളതൊക്കെയല്ലേ പറയാം. പക്ഷെ അതിനെക്കാളും നമ്മൾ ഈ ക്രിസ്റ്റൽസ് പൊസിഷൻ അതിന്റെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള റീപൊസിഷൻ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇയർ ബാലൻസ് പ്രശ്നത്തിനുള്ള ശരിയായ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോം ബയോയിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം.